നാളെ മുതൽ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാരുടെ സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കെ ഒരു വിഭാഗം ആശുപത്രി മാനേജ്മെന്റുകളുമായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സമവായത്തിലെത്തി. 100ഓളം ആശുപത്രികളുമായി ധാരണയിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ പറഞ്ഞു. കരാറിൽ ഉൾപ്പെടാത്ത ആശുപത്രികളിൽ സമരം തുടരും. തൃശൂരിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന ചർച്ചയിലാണ് തീരുമാനം. പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന നഴ്സുമാർക്ക് 32,700 രൂപ മൊത്തം ശമ്പളമാക്കുക, നിലവിലുള്ള സ്റ്റാഫ് നഴ്സുകൾക്ക് 8,000 മുതൽ 12,000 രൂപ വരെ ശമ്പള വർധനവ് നൽകുക അടക്കമുള്ള UNA ആവശ്യങ്ങൾ ചർച്ചയുടെ ഭാഗമായ ആശുപത്രികൾ അംഗീകരിച്ചു. ആശുപത്രികളിൽ ട്രെയിനി നഴ്സ് സമ്പ്രദായം നിർത്തലാക്കാനും തീരുമാനമായി. 80% ആളുകളെയും ഈ പറയുന്ന ട്രെയിനികളാക്കി നിർത്തി വളരെ തുച്ഛമായ ശമ്പളത്തിലേക്ക് വെറും 10,000 രൂപ എന്നുള്ള ഒരു ശമ്പളത്തിലേക്ക് നിർത്തുന്ന പ്രവണതയുണ്ട്. അപ്പോൾ അതിൽ 32,700 രൂപ ആയിട്ട് അത് വർദ്ധിപ്പിക്കുന്നു, അത് തുടങ്ങുന്നു എന്നുള്ളത് കേരളം മുഴുവൻ ഞങ്ങളിത് നടപ്പിലാക്കും. ഇതായിരിക്കും ഇനി ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡായിട്ട് ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നത്. 5 ആശുപത്രികളിൽ ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പിട്ടു. കരാറിൽ ഒപ്പിടാത്ത സ്വകാര്യ ആശുപത്രികളിൽ നാളെ മുതൽ സമ്പൂർണ്ണ പണിമുടക്ക് ആരംഭിക്കുമെന്നും UNA ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്ത് 490ഓളം സ്വകാര്യ ആശുപത്രികളിലാണ് UNA പ്രവർത്തിക്കുന്നത്. മീഡിയ 1 തൃശൂർ.